നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 4 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വളച്ചുനീട്ടുകളില്ലാതെ ബിഗ് ബോസ് മലയാളം സീസൺ 4 രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പതിവ് പോലെ ബിഗ് ബോസ് ഹൗസ് ഉണർന്നു. പാലുകാച്ചിലും ശാലിനിയുടെ അമ്മയുടെ പിറന്നാൾ ആശംസകളും ഒക്കെയായി രണ്ടാം ദിവസം തുടങ്ങി. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളെ കാണാൻ പത്രമാധ്യമങ്ങൾ എത്തിയിരിക്കുന്നു. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. കഴിഞ്ഞ സീസണുകളിൽ ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു പുതുമയൊക്കെ തോന്നി. എന്നിരുന്നാലും വലിയ എൻ്റർടൈൻമെൻറ്റ് ആയി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാകണം ബോസേട്ടൻ അതിനൊന്നും വലിയ വലിച്ചു നീട്ടലുകൾ കൊടുക്കാതെ അവസാനിപ്പിച്ചു. ബിഗ് ബോസ് ഹൗസിലെ മറ്റു അംഗങ്ങൾക്കായി ബ്ലസിലിയുടെ ഒരു അടിപൊളി ഗാനം. പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതാ ബോസേട്ടൻ്റെ വക ഒരു പണി. പതിവ് സീസണുകളിലെ പോലെ കണ്ടസ്റ്റൻസിന് പരിചയപ്പെട്ടും സൊറ പറഞ്ഞിരിക്കാൻ അധികം സമയമൊന്നും കൊടുക്കാതെ കൊടുത്തു ഒരു ടാസ്ക്. ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ലാത്ത 3 പേരെ തിരഞ്ഞെടുക്കുക. എല്ലാവരുടെയും നോമിനേഷൻ എല്ലാം പൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയത് നിമിഷ, ജാനകി, അശ്വിൻ ഇവർക്കായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബോസേട്ടൻ ഉദ്ദേശിച്ചതുപോലെ ഒരു പൊട്ടിത്തെറിക്കുള്ള കൊമ്പുകോർക്കലും മുറുമുറുപ്പുകളും ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്തോ തീപ്പൊരി ഇട്ട് കൊടുക്കാനല്ലേ ബോസേട്ടൻ അറിയൂ. അടുത്തത് ലക്ഷ്മി പ്രിയയുടെ നേതൃത്വത്തിൽ ഓരോരുത്തരും അവരവരെക്കുറിച്ച് പറയുക. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ട ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട് അമ്പരന്നിരിക്കുന്ന ഒരു സീൻ. അശ്വിൻ തൻ്റെ ജീവിതകഥ പറഞ്ഞു. വളരെ ദയനീയം. എല്ലാം നന്നായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ പോകുമ്പോൾ ബോസേട്ടൻ എത്തി. ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർക്കുള്ള ടാസ്കുമായി ബോൾ പെറുക്കി അവരവരുടെ ബാസ്ക്കറ്റിലിടുക. നമ്മുടെ പഴയ ബോളുകളി തന്നെ. എന്ത് ബോളുകളിയായാലും അശ്വിൻ അതിൽ വിജയിച്ചു. ബിഗ് ബോസ് വീട്ടിൽ വരാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ കൂടി ടാസ്കിൽ വിജയിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 4 ആദ്യ ക്യാപ്റ്റനായി സ്ഥാനമേറ്റു. ആനന്ദ നിമിഷം. ക്യാപ്റ്റന് വേണ്ടി വീട്ടിലെ ഒരു റൂം രാജകീയമായി തന്നെ ബോസേട്ടൻ ഒരുക്കിയിരുന്നു. അവിടെ തീർന്നില്ല. അശ്വിനൊഴികെ ബാക്കി 16 പേരെയും അടുത്ത ആഴ്ചയിലെ നോമിനേഷനിലിട്ട് ബോസേട്ടൻ അടുത്ത പണിയും കൊടുത്തു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാവും മുന്നേ. അടുത്തത് സെൽഫി എന്ന ടാസ്ക്. നമ്മുടെ കഥ പറച്ചിൽ തന്നെ. കഥ പറച്ചിലും കരച്ചിലും പിഴിച്ചിലുമായി കുറച്ച് സമയം മുന്നോട്ട് പോയി. കഥ തീർന്നതും ലക്ഷ്മി പ്രിയ, നിമിഷ, ജാസ്മിൻ, റോബിൻ എന്നിവരുടെ ചർച്ച ഒന്നായിരുന്നു. ഇന്നത്തെ കാലഘട്ടവുമായി കണക്ട് ചെയ്ത ഒരു ടോപ്പിക്. മാതാപിതാക്കൾക്കെങ്ങും ഒരു അവകാശവും ഇല്ലാത്തതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചും സംസാരിച്ചിവിടെ സമയം കളയേണ്ടതില്ല. അങ്ങനെ അശ്വിൻ രാജകീയമായ ആ മുറിയിൽ തണുത്തു വിറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. തുടക്കത്തിലെ ക്യാപ്റ്റനായതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവനറിയുന്നില്ലല്ലോ ഇനിയല്ലേ ശരിയായ കളികൾ വരാൻ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ചിരിയും കളിയുമൊക്കെയായി ബിഗ് ബോസ് മലയാളം സീസൺ 4 രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്കും കരുതാം ലാലേട്ടൻ പറഞ്ഞതുപോലെ സംഗതി കളറാകും. അല്ലെങ്കിൽ കളറാകണമല്ലോ. കളറായാൽ മാത്രമല്ലേ പ്രേക്ഷകർ കാത്തിരുന്ന പോലെ ഒരു ഷോ ആവൂ. അപ്പോൾ കളറാകുമെന്ന പ്രതീക്ഷയിൽ അടുത്ത എപ്പിസോഡുമായി കാണും വരെ ബൈ.